നമസ്കാരം. മണ്ണടി മുടിപ്പുര ദേവീക്ഷേത്രത്തിൽ വെടിമരുന്നിന് തീപിടിച്ച് ജീവനക്കാരന് പൊള്ളലേറ്റ സംഭവത്തിൽ അവസാനം ഏനാത്ത് പോലീസ് കേസെടുത്തു. പൊള്ളലേറ്റ ജീവനക്കാർ മണ്ണടി പുളിമൂട്ടിൽ അരവിന്ദാക്ഷൻ പിള്ളയ്ക്കെതിരെയാണ് സ്ഫോടക വസ്തു അലക്ഷ്യമായും അശ്രദ്ധമായും കൈകാര്യം ചെയ്തുവെന്ന കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ അനധികൃതമായി വെടിവഴിപാട് നടത്തുന്നുണ്ട്. ക്ഷേത്രം നിലവിൽ ഭരിക്കുന്നത് ഹൈക്കോടതി നിയോഗിച്ച റിസീവറാണ്. മണ്ണടി 169 നമ്പർ SNDP ശാഖായോഗം സെക്രട്ടറി സി പ്രകാശ് റിസീവർക്കെതിരെ കേസെടുക്കണമെന്ന് കാട്ടിയാണ് അടൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. പരാതി നൽകിയെങ്കിലും FIRൽ പ്രതി അരവിന്ദാക്ഷൻ പിള്ള മാത്രമാണ്. CPM ഏരിയ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഏനാത്ത് പോലീസ് കേസെടുക്കാതെ മുഖ്യ വിവരം മറുനാടൻ വാർത്തയിലൂടെയാണ് പുറലോകം അറിഞ്ഞത്. പിന്നാലെ SNDP ശാഖായോഗത്തിന്റെ പരാതിയുമെത്തി. വെടിമരുന്ന് സംഭരിക്കാനോ പ്രയോഗിക്കാനോ നിയമപരമായി യാതൊരു അനുമതിയുമില്ലാത്ത ക്ഷേത്രത്തിൽ നിയമലംഘനത്തിന് കൂട്ടുനിന്ന റിസീവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ക്ഷേത്രം മണ്ണടി 169 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 17 രാവിലെ 10-നാണ് സംഭവം. കർക്കിടകം 1-നോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വെടിവഴിപാട് നടക്കുന്നതിനിടയിലായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ജീവനക്കാരനെ ഓട്ടോറിക്ഷയിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വയറ്റത്തും കൈക്കും കാലിനുമായിരുന്നു പരിക്ക്. സാരമായി പൊള്ളലേറ്റിരുന്നു. മണ്ണടി മുടിപ്പുര ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പൊള്ളലേറ്റ അരവിന്ദാക്ഷനെ ആശുപത്രിയിൽ എത്തിച്ചത്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നിയമം ലംഘിച്ച് വെടിവഴിപാട് നടത്താറുണ്ട്. അരവിന്ദാക്ഷൻ പിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് പൊള്ളലേറ്റ വിവരം അറിഞ്ഞതിന് പിന്നാലെ CPM ഏരിയ നേതാവ് സ്ഥലത്ത് വന്നു. അപകടം നടന്ന സ്ഥലം കഴുകി വൃത്തിയാക്കി തെളിവുകൾ നശിപ്പിച്ചു. ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പ്രദേശം. കേസ് എടുക്കരുതെന്ന് കർശന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. ഇത് കാരണം പോലീസ് അറിഞ്ഞ മട്ട് കാണിച്ചില്ല. രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയും വിരട്ടി നിർത്തിയതിനാൽ റിപ്പോർട്ട് മുകളിലേക്ക് പോയില്ല. എന്നാൽ മറുനാടൻ വാർത്ത എല്ലാം തകിടം മറിച്ചു. മുഖ്യ കേസിൽ നടപടിയെടുക്കേണ്ട അവസ്ഥ പോലീസിന് വന്നു. ഹൈക്കോടതി നിയോഗിച്ച റിസീവർക്കാണ് സംഭവങ്ങളുടെ ഉത്തരവാദിത്തമെന്നാണ് SNDPയുടെ പരാതിയിൽ പറയുന്നത്. ക്ഷേത്രത്തിൽ വെടിവഴിപാട് നടത്തുന്നതിന് നിയമാനുസരണം ലൈസൻസോ വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങളോ ഇല്ലാത്തതാണ്. അനധികൃതമായി സൂക്ഷിച്ച വെടിമരുന്നാണ് ഒരാൾക്ക് പൊള്ളലേൽക്കാൻ കാരണമായിട്ടുള്ളത്. നാട്ടുകാർ വിവരം യഥാസമയം ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. അവിടെ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ റിസീവർക്കെതിരെ നടപടി വേണമെന്നാണ് പരാതിയിൽ പറയുന്നത്. അതിനിടെ വെടിമരുന്നിന്റെ ലൈസൻസ് ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ആലപ്പുഴ സ്വദേശിനിയുടെ പേരിലുള്ള ലൈസൻസ് കൊണ്ടുവന്ന് ഹാജരാക്കാനാണ് നീക്കം. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ യാതൊരു ലൈസൻസും നിലവിൽ വെടിമരുന്ന് ഉപയോഗിക്കാനില്ല. മാത്രമല്ല, സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടവും ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധന നടത്തും. പൊള്ളലേറ്റ ജീവനക്കാരന്റെ നില ഗുരുതരമല്ല. ഇയാളുടെ മൊഴിയും എടുക്കും. കൂടുതൽ അന്വേഷണത്തിന് ശേഷമാകും റിസീവറെ പ്രതി ചേർക്കുന്ന കാര്യം പരിശോധിക്കുക എന്നതാണ് പോലീസ് നിലപാട്.